ചില പ്രധാനപ്പെട്ട ദിവസങ്ങൾ ആ ദിവസം എന്ന നിലക്ക് അതിന് മഹത്വമല്ല എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. അഹ്ലുസുന്നന്റെ വാദം എന്താ? ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞു റബീഉൽ അവ്വൽ 12 മറ്റുള്ള ദിവസങ്ങളെക്കാൾ മഹത്വമുണ്ടെന്ന് മാത്രമല്ല, ആ രാത്രിയെ സംബന്ധിച്ച് ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വമുണ്ടെന്ന് പറഞ്ഞ് ഇമാമിങ്ങൾ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഇമാം ഖസ്തലാനിയെ പോലെ. അതാ ഞങ്ങളുടെ വാദം. അതൊക്കെ ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ പറഞ്ഞ് ബിദ്അത്ത് വരെ നിങ്ങൾ പറഞ്ഞു. ഇവിടെ മുഹറം 10 എന്ന ദിവസം നിങ്ങൾ മനസ്സിലാക്കണം. മുഹറം 10 സംബന്ധിച്ച് വലിയ വലിയ മഹത്വങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെ അഹ്ലുസുന്ന കാലങ്ങളായി പറഞ്ഞു വരുന്ന മഹത്വമാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഫാത്തിമ ബീവിയുടെ പൊന്നോമന മകൻ, അലിയാരുടെ മകൻ, എല്ലാ അഹ്ലുബൈത്തിന്റെയും ഉപ്പയായ സയ്യിദുനാ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ വിളിച്ച് മദ്ഹ് പറയൽ അത് മുഹറത്തിലും നടക്കും, മുഹറം 10 നടക്കും, എല്ലാ കാലത്തും നടക്കും. പ്രത്യേകിച്ച് മുഹറം 10 നടക്കും. കാരണം എന്താണെന്നറിയോ? ഔസുല്ലാലമിന്റെ മദ്ഹ് നമ്മളെന്നാ കൂടുതൽ പറയൽ അവരെ വഫാത്തിന്റെ ദിവസം. അതാണ് റബീഉൽ ആഖിർ 11. റബീഉൽ അവ്വൽ 12 വലിയ മദ്ഹ് അവിടുത്തെ വിലാദത്ത് നടന്ന ദിവസം. ശവ്വാൽ 4 ശൈഖുൽ മശായിഖ് മടവൂർ അവരെ വഫാത്ത് നടന്ന ദിവസം. ഇതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹുസൈനാരുടെ ആണ്ടിന്റെ ദിവസമാണ് മുഹറം 10. അവരെ ഷഹാദത്ത് നടന്ന ദിവസം. ആ ഷഹാദത്തിന്റെ ദിവസം ഹുസൈനാരെ വിളിച്ച് മദ്ഹ് പറയുക എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅ നേരത്തെ ഇവിടെ നടന്നു പോരുന്ന ഏറ്റവും വലിയ ആദത്താണ്. ഒക്കെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയും, ഞങ്ങളതിലൊന്നുമില്ല. പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തന്നെ അത് പറയുന്നു, വിവാദം ഉണ്ടാക്കുന്നു. ഒക്കെ നിങ്ങളാണ് എന്ന് പറഞ്ഞ് വരാൻ നിൽക്കണ്ട. യാ ഹുസൈൻ എന്ന് വിളിക്കുന്നതിനെതിരെ ആദ്യമായി രംഗത്ത് വന്ന ആളാരാ? രംഗത്ത് സാക്ഷാൽ ഇബ്നു അബ്ദുൽ വഹാബാണ്. ഇബ്നു അബ്ദുൽ വഹാബിന് ഒരു കിതാബുണ്ട്. കിതാബിന്റെ പേര് റിസാലത്തുൻ ഫിർ റദ്ദി അലർ റാഫിള എന്ന് പറഞ്ഞ് മുജാഹിദുകളുടെ സ്ഥാപക നേതാവ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ദിൽ നിന്ന് പിശാചിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞ സാക്ഷാൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബിൽ അയാൾ പറയാണ് വയഖൂലൂൻ യാ ഹുസൈൻ. അവർ പറയും, സുന്നികളെ കുറിച്ചാ പറയുന്നത്, യാ ഹുസൈൻ യാ ഹുസൈൻ എന്ന് പറയും. കുല്ലു ദാലിക ബിദ്അ, ഈ വിളി തന്നെ ബിദ്അത്താണ്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് അത് ആവർത്തിച്ചു പറഞ്ഞു. അതിന് ശേഷം വന്ന വഹാബികൾ, ആ വഹാബികൾ ഇവിടെ സുന്നികൾ ഷിയാക്കളാണ് എന്ന് എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് അവരിങ്ങനെ പറഞ്ഞു പോകുന്നല്ലാതെ ആരോ അത് കേൾക്കുമോ? ഷിയാക്കള് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ നിർത്തുന്നതാണോ ഇത്? എങ്കിൽ ഇവിടെ എന്താ സംഭവം? എന്തിനെയാണ് അദ്ദേഹം വിമർശിച്ചത്? ഒക്കെ എന്തിന്റെ കുഴപ്പ? ശൈഖില്ല, ഒരു കയ്യുമില്ല. സ്വയം ശൈഖാണ്. ഫഇബ്ലീസു ശൈഖുഹു, അയാളാ ശൈഖ്. ഹവയാണ് ശൈഖ്. ഇലാഹ് ഹവയാക്കിയിരിക്കുകയാണ്. അഹ്ലു ബൈത്തി റസൂലില്ലാഹ് എന്താണ് അവരുടെ മഹത്വമെന്ന് നിങ്ങൾ പഠിച്ചില്ല. ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലു ബൈത്തിൽ തന്നെയും ഹുസൈനാരെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ ഹുസൈനും മിന്നീ വഅന മിൻ ഹുസൈൻ. ഹുസൈൻ എന്നിൽ നിന്നാണ്, ഞാൻ ഹുസൈനിൽ നിന്നുമാണ്. അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈനാ. ഹുസൈനാര് തങ്ങളെ ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ വെറുപ്പിച്ചവർ എന്നെയാണ് വെറുപ്പിച്ചതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹബ്ബഹുമാ ഫഖദ് അഹബ്ബനീ. നിങ്ങൾക്കറിയോ യാ ഹുസൈൻ എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള വാദം ഈ പിശാചിന്റെ കോലത്തില്, ഹബീബായ തങ്ങളുടെ കോലത്തിൽ പിശാച് വരുമെന്ന് പറഞ്ഞ ഈ മുസ്ലിയാര് വാദിച്ചപ്പോ പിറ്റേ ദിവസം അഹ്ലുബൈത്തിൽപ്പെട്ട പല സയ്യിദന്മാരും എന്നെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ അത് കേട്ട അന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങിയില്ല, ധാരാളം കരഞ്ഞു.
ഞങ്ങളെല്ലാരെയും ഉപ്പാപ്പയായ അഹ്ലു ബൈത്തി റസൂലില്ലാഹ് ഔസുൽ അഅ്ലം റളിയല്ലാഹു അൻഹു വരെ അവിടുന്ന് പ്രത്യേകം പറഞ്ഞില്ലേ, എന്റെ ഉപ്പാപ്പയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ രൂപത്തിൽ നമ്മൾ പാടുകയും പറയുകയും അഹ്ലുബൈത്തിന്റെ മഹത്വം പറയുകയും ചെയ്യുമ്പോൾ ആ അഹ്ലുബൈത്തിന്റെ പരമ്പര എത്തിച്ചേരുന്ന സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹുസൈനാരെ മദ്ഹ് പറയുന്നത് ശിയയാണ് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നിർത്തുമെന്ന് നിങ്ങളല്ല, ഒരു 10,000 ഈ വ്യാജ പണ്ഡിതന്മാർ വന്ന് ഇത് പ്രഖ്യാപിച്ചാലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിന്റെ മഹത്വം പറഞ്ഞപ്പോൾ അതാ ഇവര് വന്നിട്ട് പറഞ്ഞു ശാഫിഈ ഇമാം റാഫിദിയായിട്ടുണ്ട്. ഷാഫി ഇമാം ഹുസൈനാര് തങ്ങളെ മദ്ഹ് പറയാ, അഹ്ലു ബൈത്തിന്റെ മദ്ഹ് പറയാണ്. ഇമാം ശാഫിഈ അവരോട് പാടിയില്ലേ, ഇൻ കാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യശ്ഹദി ത്ഖലാനി അന്നീ റാഫിലി. അഹ്ലുബൈത്തിന്റെ മഹത്വം പറയുന്നത് റാഫിലിയാകാനുള്ള കാരണമാണെന്നും പറഞ്ഞവൻ റാഫിലിയാണെന്നുമാണ് നിങ്ങളെ വാദമെങ്കിൽ ഉറപ്പിച്ചോ, ഞാൻ ആ റാഫിലി തന്നെയാണ്. മനുഷ്യരും ജിന്നുകളും സാക്ഷ്യം വഹിച്ചോ. ഒരു കാര്യം ഞാൻ ഇടക്ക് പറഞ്ഞേക്കാം, ഇദ്ദേഹത്തിന്റെ ബിദ്ഈ വാദങ്ങൾ ഓരോന്നോരോന്നായി ഞങ്ങൾ പറഞ്ഞപ്പോ അതെന്തോ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. തെറ്റിദ്ധരിച്ചവർ ചിന്തിക്കട്ടെ, ഞങ്ങളിവിടെ എടുത്തുട്ടതാണോ ഈ വാദങ്ങൾ? ഒരു കാരണവുമില്ലാതെ അഹ്ലുബൈത്തിലെ പ്രധാനിയായ മഹാനായ സയ്യിദ് അലവി തങ്ങളുടെ പവിത്രമായ ഹദ്റത്തിൽ മമ്പുറത്ത് ചെന്നുകൊണ്ട് മഹാനായ ഹുസൈനാര് തങ്ങളെ വിളിച്ച് മദ്ഹ് പറയാൻ പാടില്ല എന്നൊരാൾ പ്രസംഗിച്ചിട്ട് എന്തു നോക്കി നിൽക്കുകയാ നിങ്ങൾ? അലൈസ ഫീകും റജുലുൻ റഷീദ്, അയാളെ തിരുത്താൻ പറ്റിയ തന്റെ ഇടമുള്ള ഒരാൺകുട്ടിയെ കൂട്ടത്തിലില്ലേ? ഇതല്ലേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്? എന്നിട്ട് വലിയ വാക്കിൽ പറയാ, പാട്ടുകാരൊക്കെ ഞങ്ങളെ ഉസ്താദ് പറഞ്ഞപ്പോൾ തിരുത്തി എന്ന്. പല പാട്ട് ഓലൻ നമ്മൾ പാടിയതല്ല, ഇത് പറയുന്നതും പാടുന്നതൊക്കെ അവരാ. ആ പാട്ടിന്റെ ഒരു ശകലം കാണിച്ചു കൊടുക്കുക. ഇല്ലെന്ന് ഒന്ന് അദ്ദേഹം വിമർശിക്കുന്നു. ഇത് ഞാൻ കേൾപ്പിച്ചത് എന്തിനാ? ഇങ്ങനെയുള്ള പാട്ടുകാർ ഇദ്ദേഹത്തിന്റെ ഈ അസംബന്ധമായ വാദം ഇവിടെ വന്നപ്പോൾ അവര് പറയുകയാണ്, ഞങ്ങൾ ഹുസൈനാര് തങ്ങളെ പറഞ്ഞ മുഴുവൻ പാട്ടുകളും പിൻവലിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് അതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ആക്കിയെങ്കിൽ ചോദിക്കട്ടെ, സയ്യിദുനാ ഹുസൈൻ ഹബീബായ തങ്ങളെ മുത്തം വച്ച പരിശുദ്ധമായ ശരീരം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവുമായി ഒട്ടിച്ചേർന്നവരെ പേരക്കുട്ടി ആ ഹുസൈനാര് തങ്ങളെ കുറിച്ചൊരു പാട്ട് പാടിയത് ഏതോ ഒരുത്തൻ പറഞ്ഞതിന്റെ പേരിൽ പിൻവലിച്ച് മാപ്പ് പറയുകയാണെങ്കിൽ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? എന്താണ് നീ പറയുന്നത്? ഈ മനുഷ്യൻ പറഞ്ഞതനുസരിച്ചാണോ ദീനിന്റെ നിയമം? എന്താണ് ഇവിടെ പറ്റിപ്പോയത്? അഹ്ലുബൈത്തി റസൂലുള്ളാഹ് അവിടുത്തെ മഹത്വം എന്താണ്? കേട്ടോളൂ. ഇനി ഇത് ഇങ്ങനെ ഷിയാക്കളാണെന്ന് ചിലർ പറയും, നമ്മളതുകൊണ്ട് നിർത്തരുത് എന്നും പോലെ തന്നെ പറയുന്നത്. ഇതൊക്കെ രണ്ടുപോലെ തന്നെയാണ്. മിനിയാന്ന്, അതായത് മുഹറം 9 മർക്കസിൽ നടന്ന സാദാത്ത് സംഗമം, അതിൽ ഖലീൽ തങ്ങളുടെ പ്രഭാഷണം. അദ്ദേഹം പറയുന്നു, മുഹറം 10 എന്നത് നമ്മുടെ ഉപ്പാപ്പയായ ഹുസൈനാര് തങ്ങളുടെ മഹത്തായ ഓർമ്മിക്കുന്ന ദിവസാണ്. അവരെ മദ്ഹ് പറയണം, പാടണം. ചിലര് കളിയാക്കും ഷിയയാണെന്ന്, വിടരുതവരെ. ഇതുങ്ങൾ എന്നെ പറയുന്നത് രണ്ടും മുഷാവറയാണ്. പിരിച്ചു വിട്ട് വല്ല പണി നോക്കി ചങ്ങാതിമാരെ. എന്ത് പറ്റി നിങ്ങൾക്ക്? പറയട്ടെ ഖലീൽ തങ്ങൾ. മക്കളാണ്, ഞാൻ കുടുംബപക്ഷാന്തരങ്ങൾ പറയുന്നില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന 99% ഹുസൈനി സാദാത്തുക്കളായിരിക്കും. അവിടെ ഹുസൈൻ ഉൾപ്പെടെ 72ഓളം സാദാത്തുക്കൾ ഷഹീദായ ദിവസമാണ് മുഹറം
10 അടുത്ത കാലം വരെ നമ്മുടെ നാട്ടിലൊക്കെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മൗലിദ് ഓടാറുണ്ട്. ഇപ്പോഴും അത് ഓതുന്ന സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ മൗലിദ് ഓതാൻ തീരുമാനിച്ച കുറെ ആൾക്കാർ കളിയാക്കാം, ഇത് ചെയ്യാക്കാൻ പറയുന്നത് എന്തൊരു സങ്കടമാണ്. ഇതൊക്കെ നമ്മള് അങ്ങനെ പൊന്നാരി തന്നപ്പോഴാണ് ഹുസൈൻ റളിയല്ലാഹു മൗലിദ് പഴയത് കിട്ടിയ പോകാറുണ്ടായിരുന്നു. കഴിഞ്ഞ മുഹറം 10 ഞാൻ കൈവന്തെത്തി തെക്കേക്കര പള്ളിയില് അവിടെ സെക്കൻഡ് കുഞ്ഞായിട്ട് വിളിച്ചപ്പോൾ ചോദിച്ച് എന്താ ഹുസൈനാറോടെ മൗലിദ് ഓതി ഷിഹാബുദ്ദീൻ അഹമ്മദ് ബാഷാരിയത്തെ റളിയല്ലാഹുവിന്റെ നേതൃത്വം നൽകിയ പണ്ട് കാലത്തേ നടന്നു വരുന്നതൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന കുറെ സുന്നത്തുകളാണ്, ആചാരങ്ങളാണ്. അപ്പൊ നാളത്തെ ദിവസം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ധാരാളം സാദാത്തുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ സാദാത്തീങ്ങളെ മുമ്പിൽ വെച്ച് നമ്മൾ ഹുസൈനാര മദ്ഹ് പറയണം, ഹുസൈനാര മദ്ഹ് പറയണം, പാടണം. ഷിയ എന്ന് പറഞ്ഞ് കളിയാക്കും, നോക്കണ്ട എന്ന് പ്രസംഗിക്കല്ലേ. അതേ ദിവസം അല്ലെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പായി ഇദ്ദേഹം അതാ മമ്പുറത്ത് വന്നിട്ട് പറയുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്ക്? നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇപ്പോഴും ചില ശീഈ ആശയങ്ങൾ, അതെ, ആശൂറാ വരുമ്പോ യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ് പാടുന്ന ചില പാട്ടുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്നുണ്ട്. അടുത്ത തെറ്റാണത്. അങ്ങനെ ഒരു ദുഃഖാചരണം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ഒരു ദുഃഖ പ്രകടനം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. അതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിം സമുദായത്തിനുണ്ടാകണം എന്ന് മമ്പ്രന്തങ്ങളുടെ ഹദറത്തിൽ വെച്ച് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ദുഃഖാചരണവും അറിയില്ല, മധുഹു അറിയില്ല എന്ന് പറയില്ല. ദുഃഖാചരണം എന്ന് പറഞ്ഞാൽ മധുഹു പാടല, ദുഃഖം ആചരിക്കൽ അത് ഷിയാക്കൾ ചെയ്യാറുണ്ട്. അവര് പ്രത്യേകമായി നെഞ്ചത്തടിച്ച് പ്രത്യേകം ആ ദിവസത്തിൽ രക്തം ഓരോ സ്ഥലത്തും പുരട്ടി ആചാരമാക്കി അവര് ചെയ്യുന്നത് യൂട്യൂബ് എടുത്ത് നോക്ക്, അതിലുണ്ട്. അതാണോ ഹുസൈനാരെ വിളിച്ചുകൊണ്ടൊരു മദ്ഹ് പറയൽ, അല്ലെങ്കിൽ അവരെ ഇസ്തിഗാസ ചെയ്യൽ? അതാണ്. അതൊന്നും എങ്ങനെ യോജിപ്പിക്കും? രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ഇവിടെ ഹുസൈനാരെ വിളിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും നടന്നതാ, നിങ്ങൾ എന്നെ എഴുതി പഠിപ്പിച്ചതാ. അതിന് വലിയ കിതാബൊന്നും എടുക്കണ്ട. പി മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ പാറന്നൂർ പ്രസിദ്ധീകരിച്ച കൻസുൽ ഇബാദ, അതിന്റെ അഹ്ലുൽ അബാഇന്റെ മൗലിദ് 109-ാമത്തെ പേജ്. ഹുസൈനാര് തങ്ങളെ വിളിക്കുകയാണ്. അയാ സയ്യിദി ഫഖ്രി മലാദി വഖിയതി ബിഖൈറാതികും നർജു ജസീലൽ അതിയതി حسين بعاشوراء في أرض كربلاء شهيد بظلم غير أهل الخطيئة. ഹുസൈനാരെ നേരെ വിളിക്കാണ്. ചോദിക്കട്ടെ, ഈ മൗലിദ് മുഹറം 10 ഓതാൻ പറ്റില്ല എന്നാണോ നിങ്ങളെ വാദം? വ്യക്തമാക്കണം നിങ്ങൾ. ഈ മൗലിദ് ഒരാൾ മുഹറം 10 ഓതിയാൽ എന്താ കുഴപ്പം? എന്താണ് പ്രശ്നം? അതാണോ ദുഃഖാചരണം? ഇതൊക്കെ വഹാബിസത്തിന്റെ സൃഷ്ടിയാണ്. നിങ്ങൾ നോക്ക്, ഹുസൈനാര് തങ്ങളെ നമ്മളെ മൗലിദിലൊക്കെ അത് എത്ര കാലായിട്ട് പറയുന്നു. യാ സുബൈത്ത യാ സുബൈത്ത സംസമി യാ ഹുസൈൻ ഇബ്നു അലി യാ സഫിയ്യ മിൻ അലി യാ ഹുസൈൻ ഇബ്നു അലി. ഈ മൗലിദിലൊക്കെ അത് മാത്രമേ ഉള്ളൂ, ഹുസൈനാരെ വിളിച്ചുകൊണ്ടുള്ള ബൈത്തുകൾ മാത്രം. ഇതൊന്നും ഓതാൻ പറ്റൂല എന്നാണോ നിങ്ങളെ വാദം? തീർത്തു പറയണം. അതൊരു മൗലിദിൽ മാത്രമല്ല, എത്ര മൗലിദുകളിൽ, ഏതെല്ലാം വരികളിൽ. പോകട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരാണ്ടിന്റെ അന്ന് ആ ആണ്ടിൽ ആരെയാ നമ്മൾ പറയാ? ഹബീബായ മുത്ത് റസൂലുള്ളാന്റെ റബീഉൽ അവ്വൽ. അതാ ആ ആള് പറഞ്ഞത് ആ രാവിനൊരു പ്രത്യേകത അല്ലാന്ന്. സൂക്ഷിക്കണം ഇവരെ. ഇതേതുപോലെയെന്നറിയങ്ങള്, ഇത് ദുഃഖാചരണം രണ്ടും കൂടി കൂട്ടിക്കലർത്തിയതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലാവും. ഇത് അബ്ദുസലാം സുല്ലമിയുടെ പുസ്തകം, ഞാൻ നേരത്തെ വായിച്ച ഷാഫിഈ മദ്ഹബ്, ഇതിൽ കാണാം അതിന്റെ 151-ാമത്തെ പേജ് മുതൽ. ഇത് പെട്ടെന്ന് ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സുല്ലമിയുടെ ബുക്കിൽ നിന്നൊരു സംഭവം വായിക്കാം. ഇയാൾ വിമർശിക്കുക, മരിച്ച വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇദ്ദേഹം പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. കിതാബിന്റെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് വമാ യഫ്അലുഹു അഹ്ലുൽ മയ്യിത്ത് മിൻ ഇസ്ലാഹി തുആം വജംഇൻ നാസി അലൈഹി ബിദ്അത്തുൻ ഗൈറു ഹസന. അതായത് മരിച്ച വീട്ടിൽ ഭക്ഷണമുണ്ടാക്കലും അതിനുവേണ്ടി ആളുകൾ ഒരുമിച്ച് കൂട്ടലും ബിദ്അത്താണ്, പാടില്ല. ആര്? സുല്ലമി കിതാബ് ഉദ്ധരിച്ചാണ്. എന്താ സംഭവം?
ഫിഖ്ഹിന്റെ കിതാബിൽ ഒരു മസ്അലുണ്ട്. പഴയ കാലത്തൊക്കെ മരിച്ച വീട്ടിൽ കരയാൻ വേണ്ടി ആളുകളെ വിളിക്കും. ആളുകളെ വിളിച്ചിട്ട് അവര് കരയും. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അതാ നിയാഹത്ത് എന്ന് പറയുന്നത്. ആ സംഭവത്തെ ഫിഖ്ഹ് എടുത്ത് നിഷിദ്ധമായി വിമർശിച്ചു. അത് ചെയ്യാൻ പാടില്ല. ആ ഇബാറത്ത് എടുത്തുകൊണ്ടുവന്ന് സുല്ലമി പറഞ്ഞു, മരിച്ച വീട്ടിൽ അവർക്ക് സ്വതക്കയായി കൊടുക്കുന്ന ഭക്ഷണം വരെ കൊടുക്കാൻ പാടില്ല. കാരണം ഫിഖ്ഹിന്റെ കിതാബിൽ അതിനെതിരുണ്ട്. ഇത് പണ്ട് മൗലവിമാര് പറഞ്ഞപ്പോ അത് രണ്ടും രണ്ടാണെന്ന് വിശദീകരിച്ചു കൊടുത്തവരാ നമ്മൾ. എന്നിട്ട് അബ്ദുസ്സലാം സുല്ലമിയുടെ ഈ ഉസൂല് എടുത്തുകൊണ്ടുവന്ന് ദുഃഖാചരണം പാടില്ല എന്ന് ഇമാമിങ്ങൾ എഴുതി വച്ചത് യാ ഹുസൈൻ എന്ന് പറഞ്ഞ് വിളിക്കാൻ പാടില്ല, മദ്ഹ് പറയാൻ പാടില്ല എന്നിടത്തേക്ക് കൊണ്ടുവരാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത്? ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായി ഈ ഉമ്മത്തിലെക്കാലത്തും സ്മരിക്കപ്പെടുന്ന സയ്യിദുനാ ഹുസൈൻ. ആ ഹുസൈനാര് തങ്ങളെ വിളിച്ച് മദ്ഹ് പറയാൻ പാടില്ല എന്ന് പറയാൻ നിനക്കാര് അധികാരം നൽകി? നീ എന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നത്? അഹ്ലുബൈത്തിന്റെ മദ്ഹ് പറയരുത് എന്നോ? എന്താ നിന്റെ വിചാരം? എന്തും പറഞ്ഞാൽ അണികൾ സ്വീകരിക്കുമെന്ന് കരുതി അഹ്ലുസുന്ന അത് ആദർശപരമായി കൈകാര്യം ചെയ്യില്ല എന്ന് തോന്നിയോ? എന്നിട്ട് അതിനുവേണ്ടി ഇമാമിയങ്ങളുടെ മുഴുവൻ കിതാബും എല്ലാം അങ്ങോട്ട് തിരിമറി ചെയ്ത് അബ്ദുസ്സലാം സുല്ലമിന്റെ അടുത്ത വാരിസാവാനുള്ള എല്ലാ അവകാശവും കിട്ടിയ ആളായി പോയി. കേട്ടോളൂ, ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട് അത്രയത്. വായിക്കുന്നത് കേട്ടോളൂ. വലിയ സ്ഥാനം കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അതിനുവേണ്ടി അങ്ങനെ ഒരു ഷഹാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഫമൻ ദകറ ദാലിക യൗമ മുസാബഹു, അതുകൊണ്ട് ആരെങ്കിലും അതേ ആശുറാഇന്റെ ദിവസം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ടു പോയ സംഭവം, ആ മുസീബത്ത് ആരെങ്കിലും ഓർമ്മിക്കുകയാണെങ്കിൽ ലം യംബഗി അൻ യസ്തദില ഇല്ലാ بالاسترجاع امتثالا للامر واخلاصا لما رتبه تعالى عليه بقوله اولئك عليهم صلوات من ربهم ورحمه واولئك هم المهتدون. മുസീബത്ത് സംഭവിച്ചാൽ പറയേണ്ടത് എന്താണ്? അതിന് നന്നായി ക്ഷമിച്ചു നിന്നുകൊണ്ട് അതിന്റെ പേരിൽ നെഞ്ഞത്തടിക്കാൻ പറ്റില്ല, അതിന്റെ പേരിൽ നെഞ്ഞത്ത് കുത്താൻ പറ്റില്ല, അതിന്റെ പേരിൽ കുപ്പായം പറച്ചിറാൻ പറ്റില്ല, അതിന്റെ പേരിൽ കളർ മാറ്റാൻ പറ്റില്ല, അതിന്റെ പേരിൽ അതേ ഒന്നും പറ്റില്ല, ഒരു കോപ്പിരാട്ടിയും പറ്റൂല, അതിന്റെ പേരിൽ ഒരു ഹുസൈൻ വിളിക്കലും പറ്റൂല. പിന്നെയോ അതിന് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അതെന്താണ്? എന്ന് പറയാം. എന്നാലോ ഭയങ്കര തട്ടിപ്പാട്ടോ നടത്തുന്നത്. ഞാൻ മൂപ്പരെ വിളിക്കുക, ഈ വായിച്ച കിതാബുണ്ടല്ലോ ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ സവാഇഖുൽ മുഹ്രിഖ, അതൊന്ന് ഞങ്ങളെ മുമ്പിൽ വന്ന് അർത്ഥം വെച്ച് തരാൻ ഈ ആളെ ഞങ്ങൾ വിളിക്കുകയാണ്. എന്താ ഇദ്ദേഹത്തിനെതിരാണ് ഇബ്നു ഹജർ പറയുന്നത്. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് ഹുസൈനാര് തങ്ങളെ മദ്ഹും സംഭവവും പറയണമെന്നാ പറയുന്നത്. അതിൽ ആ വായിച്ചപ്പോ അർത്ഥം വെക്കാതെ പോയതാ. ആ ഹുസൈനാര് തങ്ങളെ ഷഹാദത്തിന്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞിട്ട് അത് അവരുടെ വലിയ ദർജയാണ് അറിയിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഫമൻ ദക്കറ ദാലിക്കൽ യൗമ, ആ ദിവസം മുഹറം 10, ആ ദിവസം ഒരാൾ പറഞ്ഞാൽ മുസാബഹു, ഹുസൈനാര് തങ്ങൾക്കെത്തിയ പ്രയാസങ്ങളും വിഷമങ്ങളും അവിടുത്തെ ചരിത്രങ്ങളും പറഞ്ഞാൽ, പറയരുത് എന്നല്ല, അത് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ലം യംബഗി അൻ യസ്തഗില ഇല്ലാ ബിൽ ഇസ്തിർജാ. അപ്പൊ അവിടെയുള്ള ആളുകള് ഹുസൈനാര് തങ്ങളെ സംഭവം കേട്ട് നെഞ്ചത്തടിച്ച് കൂക്കി വിളിച്ച് ഒരു ദുഃഖാചരണം അത് പാടില്ല. അവിടെ പറയുകയാണെങ്കിൽ എന്ത് പറയണം? ഇന്നാലില്ല എന്ന് പറയണം. ഇയാൾ എന്താക്കി? അന്ന് ഇന്നാലില്ല എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാക്കി. ഇതിൽ പറഞ്ഞ സംഭവം പറയണം, പറയുമ്പോ പറയേണ്ടതാ പറയുന്നത്. തുമ്മി അൽഹംദുലില്ലാ പറഞ്ഞിട്ടായി റഹ്മത്തുള്ളാഹി പറയേണ്ടത്. ആദ്യം തന്നെ റഹ്മത്തുള്ളാഹിന്റെ അടിയം കിട്ടും. ഈ സന്ദർഭം വരെ കട്ട് ചെയ്ത് എന്നിട്ട് ബിഗയയിലേക്ക് ഒരു പോക്ക്. ബിഗയത്തുൽ മുസ്തർശിദീൻ, സുല്ലമിയുടെ അതേ ആള് എടുക്ക് ബിഗയ പറയുന്നു കേട്ടോ. ഞാൻ പ്രത്യേകമായി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ എനിക്കൊരാൾ ഒരു പാട്ട് കേൾപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച്
അതേ പാടുന്ന ഒരു പാട്ട് കുറെ ഒരു കോപ്പിരാട്ടി കാണിച്ചുള്ള ഒരു പാട്ട് പാടുന്നവർക്ക് ചിലപ്പോൾ തലയിൽ കേട്ടുണ്ടാവും, ചിലപ്പോൾ ബിരുദത്തിന് പേരുണ്ടാവും. പക്ഷേ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകെ ബഹുമാനപ്പെട്ട ബദിയത്തുൽ മുസ്തർശിദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അൽ അമലു ബിയാ ഹുസൈൻ, യാ ഹുസൈൻ എന്ന് വിളിച്ചുകൊണ്ടുള്ള പരിപാടി. അൽ അമലു ബിയാ ഹുസൈൻ അർത്ഥം ശരിക്ക് പഠിപ്പിച്ചു തരാം. അൽ അമൽ അവിടെ പരാമർശിക്കപ്പെട്ട ഒരു അമലുണ്ട്. അതേതാ? അതിന്റെ ശേഷം പറഞ്ഞിട്ടുണ്ട് ഷിയാക്കൾ അവരുടെ ആ മാറത്തടിക്കലും കൂക്കി വിളിക്കലും രക്തമാക്കലും ഈ സംഭവങ്ങളോട് കൂടിയാ ഹുസൈൻ എന്ന് വിളിക്കൽ അത് പാടില്ല. അതാണ് അന്നിദാ ഉബിയാ ഹുസൈൻ എന്നല്ല, അൽ മദ്ഹു ബിയാ ഹുസൈൻ എന്നല്ല, അൽ അമലു ബിയാ ഹുസൈൻ. ആ അമൽ ഷിയാക്കൾ അമല. പൊട്ടന്മാരായ അണികളുണ്ട് എന്ന് കരുതിയിട്ട് എന്തും വിളിച്ചു പറയല. എന്നിട്ട് ഇവിടെ എന്താണ്ട് ബിഗിയ പോലെയുള്ള കിതാബുകളെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുക. അതുപോലെ ചിലരുണ്ട് റൂഹുൽ ബയാൻ എടുത്ത് ഉദ്ധരിക്കുന്നു. റൂഹുൽ ബയാൻ പറഞ്ഞ എന്താ? മശായിഖന്മാരുടെ മദ്ഹ് പറയാൻ പഠിപ്പിച്ച ആളാണ് ഇസ്മായിലുൽ ഹിഖി തങ്ങൾ. ആ ഇസ്മായിലുൽ ഹിഖി തങ്ങൾ പറയുന്നത് പാടില്ല എന്ന് പറഞ്ഞതിന്റെ ശേഷം ലി അജലി തഹ്സീനിസ് സാമിഈൻ, ലി അജലി തഹ്സീനിസ് സാമിഈൻ, കേൾവിക്കാരായ ശ്രോതാക്കളെ ദുഃഖിപ്പിക്കണം, ദുഃഖാചരണം നടത്തിപ്പിക്കണം എന്ന ലക്ഷ്യത്തിൽ പറയരുത്. അല്ലാതെ ഹുസൈനാരെ മദ്ഹ് പറയരുത്, യാ ഹുസൈൻ എന്ന് വിളിക്കരുത്. സുല്ലമി അർത്ഥം വെച്ച പോലെ മരിച്ച വീട്ടിൽ ഭക്ഷണം തന്നെ ഉണ്ടാക്കരുത് എന്നല്ല. അതാ ആചാരമായി ചെയ്യുന്ന ജാഹിലിയ കാലത്തെ ആചാരം പാടില്ല എന്നാണ്. രണ്ടും രണ്ടാക്കി മനസ്സിലാക്കണ്ടേ. ഇതുകൊണ്ട് ആർക്കിവിടെ മുതലായി? ആർക്കാ അവിടെ മുതലായത്? എന്താ ഉണ്ടായത്? ആ വടകരക്കാരൻ മൗലവി അപ്പൊ തന്നെ ഇറങ്ങി വന്നു. അയാൾ കണ്ടതാ പേരോടദ്രമൺ സഖാഫി പറയുന്നു, ആ പാട്ടിതാ. ചോദ്യം കേട്ടോളൂ, അദ്ദേഹത്തിന്റെ ചോദ്യം. ചിലപ്പോൾ ബിരുദത്തിന് പേരുണ്ടാവും, പക്ഷേ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകെ ഒന്നുകൂടി പേരോട് ഉസ്താദങ്ങളൊന്ന് കൃത്യമായി പറയണം, എന്താണ് ആ വിളിയിലുള്ള തെറ്റ് എന്ന്. യാ ഹുസൈൻ എന്ന് വിളിക്കാനേ പാടില്ല ഒരു ദിവസവും എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ യാ ഹുസൈൻ എന്ന് വിളിക്കാം, പക്ഷെ ആശൂറാ ദിനത്തിൽ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ ഷിയകള് വിളിക്കുന്ന നമ്മൾ അംഗീകരിക്കുന്ന മഹാന്മാരെ അവര് വിളിച്ച കാരണത്താൽ നമ്മൾ വിളിക്കാൻ പാടില്ല എന്നതാണോ നിങ്ങളുടെ ഉദ്ദേശം? ഇനി അതല്ല പറഞ്ഞെടുത്താളി, രണ്ടാളും കൂടി കൂട്ടുമുന്നണിയല്ലേ, വ്യക്തമാക്കി കൊടുത്താളി. ചോദ്യമാണത്. എന്താ ചോദിച്ച്? യാ ഹുസൈൻ എന്ന് തീരെ വിളിക്കരുത് എന്നാണോ, മുഹറം 10 വിളിക്കരുത് എന്നാണോ? തീരെ വിളിക്കരുത് എന്നാണ് അയാളെ ഉള്ളില്. കാരണം ഇസ്തിഹാസ് അദബ് കേടാക്കിയ ആളാ. പക്ഷെ അത് പറഞ്ഞാൽ സിറാജുൽ ഹുദന്റെ പിരിവ് മുടങ്ങും. അവ ഫസ്റ്റ് സ്റ്റെപ്പ് മുഹറം 10 വിളിക്കരുത് എന്നാക്കി. മുഹറം 10 വിളിക്കരുത്. ആ വിളിച്ച മൗലവി മൂപ്പരും കൂടി ആ കൈ ശക്തമായിട്ട് കൂട്ടിപ്പിടിക്കുന്ന രംഗുണ്ട്. അതുങ്ങളൊന്ന് കാണി. ഈ പറഞ്ഞ മൗലവിനേറ്റ് ഒരു സ്ഥലത്തുനിന്ന് കണ്ടപ്പോ ഇങ്ങനെ കൈയെടുത്ത ആൾക്കാർ കാണുമല്ലോ, അപ്പൊ രഹസ്യമായിട്ട് നല്ല പിടുത്താ, മോനയ്യോ ഞാനൊക്കെ ഒന്നെന്നെയാണ് വീഡിയോ കാണിച്ചു കൊടുക്ക്. ഇവര് ഈ ഐക്യവും ഈ ആ കൈ പിടിക്കുന്നത് കാണാൻ മറക്കണ്ട കേട്ടോ. അതാണ് അതിന്റെ പോയിന്റ്. നിങ്ങൾ നോക്ക്, ഈ മൗലവിമാരെ കൈയും കാലും പിടിച്ചു നടന്നിട്ട് ഈ മൗലവിമാരുടെ വാദങ്ങളിലേക്ക് എത്തിയിട്ട് പോലും ഇങ്ങോട്ട് ചോദിക്കുക, എങ്ങനുണ്ട്, എല്ലാ വിളിയുമാണോ? ഇനി അനീഫ മൗലവി ഇടപെടുന്നുണ്ട്. അതിന് ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് മുപ്പര്. എന്താ മറുപടി? മുഹറം 10 മാത്രമാണോ അതോ മുഴുവൻ ദിവസങ്ങളിലാണോ? അനീഫ മൗലവിയുടെ ചോദ്യവും പേരോട് സഖാഫിയുടെ മറുപടിയും രണ്ടും സമം തന്നെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടും വിടും. പാടില്ല എന്ന് യാ ഹുസൈൻ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന പേരോട്, അങ്ങനെ വിളിച്ച് പാട്ടുപാടുന്നത് ശരിയല്ല എന്ന് പറയുന്ന പേരോട് എന്താണ് ഇതിനുള്ള ന്യായം എന്ന് ഈ സമൂഹത്തോട് നിർബന്ധമായും പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? ഈ മുഹറം മാസത്തിൽ വിളിക്കുന്നതാണോ കുഴപ്പം? ദുൽഹിജ്ജയിൽ വിളിക്കാം, അതേപോലെ സഫറിൽ വിളിക്കാം, റബീഉൽ അവ്വലിൽ വിളിക്കാം. അല്ലാതെ മുഹറം മാസത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായ മാസമാണ് എന്നതുകൊണ്ട് ആ മാസത്തിൽ മാത്രം വിളിക്കാൻ പാടില്ല എന്നാണോ പേരോട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഒരു വെഡിത്തം നോക്ക് നിങ്ങൾ. സുബഹി നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ്, അസറിന്റെ ശേഷം സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ്. അതെന്റെ അള്ളാഹ്ക്ക് നിസ്കരിക്കില്ല, അള്ളാഹു അക്ബർ എന്ന് വൈകുന്നേരം പറഞ്ഞാൽ എന്താ കുഴപ്പം? അതേപോലെ തന്നെ മറ്റുള്ള സമയത്തൊക്കെ അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്ന ഒരാള്
അദ്ദേഹം സുബൈന്റെ ശേഷം സൂചിച്ചത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഓരോന്നിനും സന്ദർഭങ്ങളുണ്ട്. ദുഃഖപ്രകടനം എന്ന ഒരു പരിപാടി ഇസ്ലാമിൽ ഇല്ല, പാടില്ല. അതുകൊണ്ടാണ് ഇമാം നിങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു സവായിഖുൽ മുഹരിഖയിലും അതുപോലെ മറ്റ് പണ്ഡിതന്മാർ ബിഗയയിലും അതുപോലെ തുടങ്ങിയിട്ട് പല സ്ഥലങ്ങളിലും ഇമാമിയങ്ങൾ ആശൂറയോടനുബന്ധിച്ച് ദുഃഖം പ്രകടിപ്പിക്കുന്ന ശൈലിയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിളിക്കാൻ പാടില്ല എന്ന് രേഖപ്പെടുത്തിയത്. ആണോ? അപ്പൊ നേരെ എന്താ ഖിയാസ്? നല്ല ഒരു വിഷയത്തിൽ പറഞ്ഞു കുടുങ്ങിയാൽ നിങ്ങൾക്ക് ഓർമ്മല്ലേ? നേലില്ല, നേലുണ്ട്, ഇല്ല പറഞ്ഞാൽ എല്ലാ സമയത്തും ഇല്ല എന്നല്ല, ഉണ്ട് പറഞ്ഞാൽ എപ്പോഴും ഉണ്ട് എന്നല്ല, ചിലപ്പുണ്ട് എന്ന് പറഞ്ഞ് കുടുങ്ങി. അടുത്ത ഘട്ടം എന്തേന്നു? ആ കുടുങ്ങിയതിൽ നിന്ന് ഒഴിഞ്ഞു പോവല്ല, പിന്നെ കണ്ണാടിയിലേക്ക് വന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് തൊട്ടടുത്ത ദിവസത്തിയത്. ആളുകളൊക്കെ ഭയങ്കര വിമർശനായി, വിഷയമായി. പ്രത്യേകിച്ച് സാദാത്യങ്ങൾ, അവരെ സംഘടനയിലെ പ്രധാന സാദാത്യങ്ങളുമായി തന്നെ നമ്മൾ സംസാരിച്ചു. ധൈര്യത്തിൽ പറയുന്നേ പറയാനും ഒൽക്കുവാണുള്ളൂ. ഖലീൽ തങ്ങൾ പറഞ്ഞല്ലോ, ഏത് ഷിയാക്കളാന്ന് പറഞ്ഞ് കളിയാക്കും, നമ്മൾ നോക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊന്ന് പറയും. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതിന്റെ ശേഷം പറയുങ്ങള്, അത് പറയാൻ ഒരു സംഘമുണ്ടെങ്കിൽ ഞങ്ങളേ ഉള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ എന്താ ഉദാഹരിച്ചത്? എന്ത് ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്? എന്തൊരു വല്ലാത്ത ഉദാഹരണമായി പോയി. അസറിന്റെ ശേഷവും സുബീന്റെ ശേഷവും സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ലല്ലോ. അതുപോലെയാണ് മുഹറം 10. അസറിന്റെ ശേഷം സുബീന്റെ ശേഷം സുന്നത്ത് നിസ്കരിക്കൽ ശറഅ് വിലക്കിയതാ. ആ വിലക്കിയ മംനുവായ സംഗതിയാണ് സുന്നത്തായ സംഭവത്തോട് ഉപമിക്കുന്നത്. മദ്ഹു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളെ വിളിക്കൽ, മദ്ഹ് പറഞ്ഞുകൊണ്ട് വിളിച്ചു മദ്ഹ് പറയൽ, അവരെ വിളിക്കൽ, ഇതൊക്കെ സുന്നത്തല്ലേ? അതിനെന്തെങ്കിലും സമയം ശരീഅത്ത് വെച്ചിട്ടുണ്ടോ? സുന്നത്തായ ഒരു സംഭവം അത് തന്നെ. അവരെ ആണ്ടിന്റെ ദിവസമാകുമ്പോ സ്പെഷ്യൽ സുന്നത്താവും. അതല്ലേ ഇവിടെ ഉണ്ടാവുക. അപ്പൊ അന്ന് വിളിച്ചേ പറ്റൂ. നിങ്ങളുടെ ആ തുലനൊന്നും നടക്കൂല, വിളിക്കുക തന്നെ വേണം. ആ സുന്നത്ത് നിസ്കാരത്തിന്റെ പേരൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. അതൊന്നും അഹ്ലുസുന്നയുടെ മുമ്പിൽ നടപ്പിലാവില്ല. അതുകൊണ്ട് തന്നെ മുഹറം 10 അന്ന് പ്രത്യേകം വിളിക്കണം. പക്ഷെ എന്ത് പാടില്ല? ഒരിക്കലും ആ ഒരു ആചാരം, ദുഃഖപ്രകടനം അല്ലെങ്കിൽ ദുഃഖാചാരം, അത് മുഹറം 10 പറ്റൂല, മുഹറം 9 പറ്റൂല, സഫർ 10 പറ്റൂല. അതിനെന്ത് മുഹറം 10? ദുഃഖാചരണം ഇസ്ലാമിലില്ലല്ലോ, അതെവിടെയും പറ്റില്ല. ദുഃഖം വരലും ദുഃഖം ആചരണവും രണ്ടും രണ്ടാണ്. ഹുസൈനാരെ തങ്ങളെ സംഭവം അങ്ങനെ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് ദുഃഖം വരാതിരിക്കും. അഹ്ലു ബൈത്തിനെ കൊന്നുകളഞ്ഞ സംഭവം പറയും, ആർക്കാ ദുഃഖം വരാതിരിക്കുക? അതല്ല ദുഃഖ ആചരണം. ഒരു ആചാരവും ഒരു മനുഷ്യന് ഇതൊന്നും ഒരു സംഭവം ഓർമ്മല്ല. മശായിഖന്മാരില്ല എന്ന് പറഞ്ഞ് ഇബ്ലീസ് ഷെയ്ഖായി നോക്കുമ്പോ എന്തൊരവസ്ഥ. വേറൊരാൾ പറഞ്ഞെന്താ അറിയോ? അഹ്ലു ബൈത്തിനെ മദ്ഹ് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്. മഹാനരായ പിന്നെ മശായിഖ്മാരൊക്കെ അല്ല, ഒരാളെ പറയല്ല, എല്ലാവരും. ലി ഖംസതുൻ നുതുഫി ബിഹാ ഹർറൽ വബാഇൽ ഹഖിമ അൽ മുസ്തഫ വൽ മുർതല വബ്നാഹുമാ വൽ ഫാത്തിമ. ഇത് പാടാത്തവരാരാ അവിടെ ഉള്ളത്? അത് ഷിയാക്കളെ പാട്ടാന്ന് പറഞ്ഞ കമ്പനിയാത്. മദീനിലെ മുദരിസായ ഫൈസി പറയുന്നു കേട്ടോ. ചെങ്കൊന്നും ഇത് അറിയില്ല, നല്ല സുന്യതാണ്. പക്ഷെ ഇത് നല്ലൊരു കാര്യമാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് ശേഷം ഫാത്തിയൊക്കെ ഓതിയിട്ട് അവസാനം കിടക്കുന്നതിന് മുമ്പ് ചില ലീ ഹംസത്തുൻ നുതുഫി ബിഹാ ഹർറൽ വബാഇൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർതള വബ്നാഹുമാ വൽ ഫാത്തിമ. ഇത് 5 വട്ടം ചൊല്ലിയിട്ടേ കിടക്കുള്ളൂ. അതിനെന്താ കേട്? നല്ല തന്നെയല്ലേ? അല്ല, നല്ലതല്ല. എന്തുകൊണ്ട്? ഈ 5 ആളേ ഉള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുർത്തള അലി റളിയല്ലാഹു തആല അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ റളിയല്ലാഹു. അതിന് മുമ്പുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പോയി, ഫാറൂഖ് റളിയല്ലാഹു അൻഹുവോട് പോയി, ഒന്നുമില്ല. അതെന്നെ ചെയ്യാണെന്നുള്ളതിന്റെ തെളിവ് ഇപ്പൊ മനസ്സിലായില്ല ആരാ അളിയന്? 2 അളിയന്മാരാ, കുറ്റ്യാടിക്കാരനും ഇത് കീശേരിക്കാരനുമാണ്.
ഒരു സുന്നി വേദിയിൽ പറയാണെന്ത് ഈ പാട്ട് പാടാൻ പാടില്ല. പാറന്നൂർ PP മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഇറക്കിയ കൻസുൽ ഇബാദ, അതില് അഹ്ലുൽ അബാഇന്റെ മൗലിദിന്റെ ആദ്യത്തെ വരി ആ ബൈത്ത ലി ഖംസത്തുൻ നുത്ഫി ബിഹാ ഹർറൽ വബാഇൽ ഹത്മ അൽ മുസ്തഫ വൽ മുർതള വബ്നാഹുമാ വൽ ഫാത്തിമ. EK ഉസ്താദ് പറഞ്ഞ അത്ര സത്യം അറിയോ? ഈ ടീം സുന്നിയല്ല. അന്നേ EK ഉസ്താദിന്റെ ദീർഘവീക്ഷണ അത്. EK ഉസ്താദിലേക്ക് മടങ്ങി വരാതെക്കാൻ പറ്റൂല. ഉസ്താദ് എന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ടീമിനെ കളിപ്പിച്ചു കൊടുക്ക്, എന്നാലേ അത് ശരിയാവും. സംശയവുമില്ല, ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഞങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു രോഗം മറിക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല. അതിന് യാതൊന്നും സംഭവിച്ചിട്ടും ഇല്ല. അതിൽ നിന്ന് പുറത്തുപോയി മൂന്നാലാൾ പുറത്തുപോയി അത് കൂടിയത് കൊണ്ടിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഇത് തുന്നിയാവൂല. ഞങ്ങളാണ് തുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളാണ് അംഗീകരിക്കുകയില്ല. ആ രാജ്യത്തിലുള്ള ദീനി സ്ഥാപനങ്ങൾക്കും മതവക്കള് മറ്റ് പള്ളികൾ മുതലായതിനെല്ലാം തന്നെ നാലാള് സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് സുന്നിയാവൂല. നാലാളെ ചെന്ന് സുന്നി പറഞ്ഞാൽ സുന്നിയാവൂല. സുന്നിയാകണമെങ്കിൽ മശായിഖന്മാരുമായി ബന്ധം വേണം. ആ ബന്ധമില്ലെങ്കിൽ ഇതൊക്കെ തോന്നും. കാരണം ഇതിങ്ങനെ തോന്നാണ്. ഒരാൾക്ക് ഇത് ചൊല്ലണം, ആള് വിളിച്ചു പറഞ്ഞ്, വേറെ ആൾക്ക് പറഞ്ഞു ഇത് ചൊല്ലണ്ട, അത് പ്രശ്നമാണ്, ഷിയാക്കൾ പറയുന്നതാണ്. ഷിയാക്കൾ പറയുന്ന ഒക്കെ നിങ്ങൾ നിർത്തുവോ? എന്നാ യാ അല്ലാന്ന് നിർത്തിക്കാളി, യാ റസൂലല്ലാന്ന് നിർത്തിയേക്ക്. ഷിയാക്കൾ ബാങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്, അത് നിർത്തിയേക്ക്. ഓര് പറയുന്ന ഒക്കെ നിർത്തിക്കാളി. എന്തെങ്കിലൊക്കെ വാദം വാദിച്ച് മശായിഖന്മാരെ ഒരു കരമില്ലാതെ പോയപ്പോ വലിയ അപകടത്തിൽ പെട്ടുപോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, വലഉന്നിലാഹിയായ ആ പരിശുദ്ധമായ ദീനിൽ ആരും പുതിയതുണ്ടാക്കാൻ നോക്കണ്ട. മശായിഖന്മാരുടെ കരങ്ങളില്ലെങ്കിൽ നശിച്ചു പോകുമെന്നതിൽ ഇതൊക്കെ വലിയ തെളിവുകളാണ്. അതുവരെ നിങ്ങൾ പറഞ്ഞില്ലേ യാ ഹുസൈൻ എന്ന് മുഹറം 10 വിളിക്കരുത്. അതാണ് മശായിഖന്മാരെ വിട്ടാലുള്ള പ്രശ്നം. അതുകൊണ്ട് കൂട്ടുകാരെ, മശായിഖന്മാരെ സ്വീകരിക്കുക, അവരെ ആളുകളാകുക, അവരുമായി ബന്ധം സ്ഥാപിക്കുക. നിങ്ങൾക്കറിയോ ഹുസൈനാരുടെ പരിശുദ്ധമായ ശിരസ് ഇബ്നു സിയാദിന്റെ പട്ടാളക്കാർ യസീദ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം ഇപ്പൊ യസീദിനൊക്കെ ഫാൻസ് ബലടിന്ന് വന്നിന്. യസീദിന്റെ മഹത്വം പറയാത്രേ. ആരാ യസീദ്? അയാളെ ലഅനത്ത് ചെയ്യണോ വേണ്ടേ എന്ന് ഇവിടെ ചർച്ചയാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു ലഅനത്ത് ചെയ്യണമനെ എന്നാണ്. ഈ ചർച്ച നടക്കുന്ന യസീദിന് ഫാൻസ് ഉണ്ടാക്കുക. യസീദ് മഹാനാണ്, പുറപ്പെട്ടത് ശരിയായില്ല. ഹുസൈനാരി റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ നിർദ്ദേശത്തിലാണ് അവിടുത്തെ പേരക്കുട്ടിയായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോയത്. അവർക്കറിയാം ഇത് ഷഹാദത്തിലാണ് കലാശിക്കുക. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ ഹുസൈനാർ കൂഫയിലേക്ക് പോയതാണ്. ഉമ്മു സലമ ബീബി മദീനത്തുണ്ട്. മുഹറം 10 അന്ന് സ്വപ്നം കാണുന്നു. മുത്ത് റസൂൽ ഹബീബായ തങ്ങളെ കണ്ടപ്പോ ഹബീബായ തങ്ങളുടെ തലയിലും താടിയിലും ഒക്കെ മണ്ണിന്റെ പൊടി കാണുന്നു. ചോദിച്ചു, നബിയെ എന്തു പറ്റി? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഷഹീദ് ഖത്ലൽ ഹുസൈൻ ആനിഫാ, കുറച്ചു മുമ്പ് ഹുസൈനാര ഷഹാദത്തിന് ഞാൻ സാക്ഷിയായി. ഉമ്മു സലമ കരഞ്ഞ് ഹബീബായ തങ്ങൾ വരെ ഈ അവസ്ഥയിലാണെങ്കിൽ അഹ്ലുബൈത്തിന്റെ മഹത്വം എന്താണ്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹുസൈനാര് തങ്ങളുടെ പരിശുദ്ധമായ ശിരസ് ഇബ്നു സിയാദിന്റെ പട്ടാളക്കാര് വിച്ഛേദിച്ച് ആ തലയുമായി പോകുമ്പോ ജൂതനായ അഹ്ലു കിതാബിൽപ്പെട്ട ഒരാൾ പറഞ്ഞില്ലേ, എന്താ കൗമേ നിങ്ങളെ കഥ? ഞങ്ങൾക്കുള്ള ഈസാ നബിക്കൊക്കെ ഒരു കുട്ടിയുണ്ടെങ്കിൽ, ഒരു കുഞ്ഞനുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഞങ്ങൾ അതിനെ സ്വീകരിക്കും? നിങ്ങളെ പൊന്നാര റസൂലിന്റെ കുട്ടിയെ തലയറുത്തു വന്നത് നിങ്ങളല്ലേ? എന്താ നിങ്ങളെ കഥ? ആ ശിരസ് ഇന്ന് രാത്രി എന്റെ വീട്ടിലൊന്ന് വെച്ചോട്ടെ. ആര് ചോദിക്കുകയാണ്? അഹ്ലി കിതാബിൽപ്പെട്ട മുസ്ലിം അല്ലാത്ത ഒരാൾ ചോദിക്കുക. 10,000 ദീനാറ് തരാം. പൈസ കേട്ടപ്പോ അവരവിടെ വെച്ചു കൊടുത്തു എന്നാണ്.
വളരെ ആദരവ് ആ അറുക്കപ്പെട്ട തലയോട്. ആ ആദരവിന്റെ ഒടുവിൽ അന്ന് രാത്രി ആ മനുഷ്യന്റെ സമീപത്ത് വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ പറയുന്നു, എന്റെ പൊന്നാര പേരക്കുട്ടിയെ, നിങ്ങൾ ആദരിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്റെ കൂടെ സ്വർഗമുണ്ട്. ഷഹാദത്ത് ചൊല്ലി ഈ മഹത്തായ സന്ദേശത്തിലേക്ക് കടന്നു വന്നോളൂ. ഹുസൈനാര് തങ്ങളെ പറയാൻ എന്താണ് ഇവരെ ഒരു മടി? ഈ ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ഇത്തരം ആളുകളെയും പിന്നിൽ പോയി ഒരു സുന്നിയും അത് നിർത്തേണ്ടതില്ല. നമുക്ക് ധൈര്യമായി വിളിക്കാം.